ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള ഫീലിങ്സ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. അതിനുശേഷം മുന്നോട്ടേക്ക് കാണുക. നമുക്കിവിടെ വന്നിരിക്കുന്നത് കംഫർട്ട് സോൺ, റിലീസ്, ഫാമിലി ആൻഡ് സ്ട്രക്ചർ ആണ്. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓർക്കുന്നത് അവരുടെ ഒരു കംഫർട്ട് സോൺ ആയിരുന്നു നിങ്ങൾ. ഏതൊരു സിറ്റുവേഷൻസിലും അവരെ ഇത്രയും കൂടുതൽ മനസ്സിലാക്കിയ ഒരു വ്യക്തി അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണം. അതുപോലെ അവരിപ്പോ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ വേദനിപ്പിച്ച് നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് കടന്നു പോയവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വരാനും നിങ്ങളുടെ മുന്നിലേക്ക് സറണ്ടർ ആയിട്ട് എല്ലാവിധ നെഗറ്റീവ് എനർജീസും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷൻസ് പെയിൻഫുൾ ആയ എനർജീസിനെ എല്ലാം കംപ്ലീറ്റ്ലി റിലീസ് ചെയ്യണം. മാത്രവുമല്ല നിങ്ങളുടെ ബന്ധത്തിൽ നഷ്ടപ്പെട്ടു പോയ ആ ഒരു സ്ട്രക്ചർ വീണ്ടെടുക്കണം. ഒരു ഫൗണ്ടേഷൻ, അതും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ കൊണ്ടുവരണം. അതിപ്പോ ഒരു മാരേജിലേക്ക് പോകാൻ നിൽക്കുന്ന വ്യക്തികളായിരുന്നു നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്നും അതിനു വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് എടുക്കാനാണ് അവർ തയ്യാറെടുത്ത് നിൽക്കുന്നത്. ഇനി അല്ല നിങ്ങൾ ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നവരാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആയിട്ട് പോയവരാണ് എന്നുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു അടിത്തറ വീണ്ടും കെട്ടി ഉയർത്തി ഈ റിലേഷൻഷിപ്പിനെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റോട് കൂടി മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. എല്ലാ രീതിക്കും ഈ ഒരു ബന്ധം ബാലൻസ് ചെയ്തു തന്നെ നിലനിർത്തുക തന്നെ വേണം. ഇമോഷണലി ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് ഈ ഒരു സമയം വളരെയധികം അറ്റാച്ച്ഡ് ആവുന്നുണ്ട്. മാത്രമല്ല അവർക്കൊരു പുതിയ ഉണർവ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു കാഴ്ചപ്പാടുകൾക്ക് ഒരുപാട് വ്യത്യസ്തത ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ അവരിപ്പോ ഒട്ടും തന്നെ ഹാപ്പി അല്ലാതെ നിൽക്കുന്ന ഒരു എനർജിയാണ്. മാത്രമല്ല നിങ്ങളിലേക്ക് വളരെയധികം അടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ചിന്തകൾ ഈ ഒരു സമയം നിങ്ങളാണ് അവരുടെ ഒരു കംഫർട്ട് സോൺ എന്നുള്ള ആ ഒരു റൂട്ടിലേക്ക് മാറി തുടങ്ങിയിരിക്കുന്നതും. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയായിട്ട് തന്നെ ഒരു എഫേർട്ട് എടുത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നഷ്ടപ്പെട്ടു പോയ ആ ഒരു എനർജീനെ അല്ലെങ്കിൽ ആ ഒരു അടിത്തറ വീണ്ടെടുത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെന്റോട് കൂടി ആ ഒരു സന്തോഷവും സമൃദ്ധിയും എല്ലാം തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു മെന്റാലിറ്റിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്.